നമസ്കാരം. മലയാളി പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന എല്ലാ ബ്രാൻഡുകൾക്കും വളരെയധികം ആവേശകരമായ മത്സരം തന്നെയാണ് ഐഫോൺ നൽകുന്നത് എന്ന് പറയാം. പഴയ ഐഫോൺ മോഡലുകളും വാട്സാപ്പും തമ്മിലുള്ള സഹകരണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഐഫോൺ യൂസേഴ്സിന്റെ ഇടയിൽ തന്നെ വലിയ രീതിയിൽ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. 2025 മെയ് 5 മുതൽ ചില ഐഫോൺ മോഡലുകളിൽ വാട്സാപ്പിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് ഈ വിവരത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് ഔദ്യോഗികമായി പുറത്തു വന്നതാണോ? ഇതിൽ എന്തൊക്കെ ശരിയാണ്, ഏതൊക്കെ ശരിയാണ് എന്നുള്ളതാണ് ഇതിൽ പിന്നാലെ വരുന്ന വസ്തുത. പഴയ ഐഫോൺ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ വാട്സാപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുകയോ പുതിയ മോഡലിലേക്ക് അപ്ഗ്രേഡ് മാറുകയോ ചെയ്യേണ്ടതാണെന്ന് പറയുന്നു. പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആവശ്യമായ iOS പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്ത ഐഫോണുകളുള്ള ഉപഭോക്താക്കളെ മാത്രം ഈ മാറ്റം ബാധിക്കൂ. പുതിയ ഐഫോണുകൾ ഉപയോഗിക്കുന്നവരോ iOS 15.1ലേക്കോ അതിനുശേഷമുള്ള പതിപ്പുകളിലേക്കോ അപ്ഡേറ്റ് ചെയ്തവരെയോ ഇത് ബാധിക്കില്ല. നിലവിൽ വാട്സാപ്പ് iOS 12ഉം അതിനുശേഷമുള്ളതിലും വാട്സാപ്പ് പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ ഭാവിയിലെ അപ്ഡേറ്റ് ഉപയോഗിച്ച് iOS 15.1 അല്ലെങ്കിൽ പുതിയ ആവശ്യമായതുമായി വരുമെന്ന് പറയാം. ഇതിനായി 5 മാസത്തെ കാലാവധി വാട്സാപ്പ് നൽകുന്നുണ്ട്. ഉപഭോക്താക്കളുടെ ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യാനോ അവരുടെ ഹാർഡ്വെയർ പുതിയ iOS പതിപ്പുകളെ പിന്തുണയ്ക്കുന്നില്ല എന്നുമാണ് ഇതര മാർഗങ്ങൾ പരിഗണിക്കാനോ ഇത് സമയം ഉപയോഗിക്കാമെന്നും പറയുന്നു. കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈനിൽ നിന്ന് ഐഫോൺ 15 Pro സ്വന്തമാക്കാം. ഐഫോൺ 15 Proയ്ക്ക് റിലയൻസ് ഡിജിറ്റൽ പ്രാരംഭ വിലയായി 99,900 രൂപയ്ക്കാണ് നൽകിയിരിക്കുന്നത്. മികച്ച ഓഫറാണ് ഐഫോൺ നൽകിയിരിക്കുന്നതെന്ന് പറയാം. 1,34,999 രൂപയുടെ ഐഫോൺ 15 Proയ്ക്ക് 35,099 രൂപയുടെ ഓഫറാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ഫ്രൈഡേ ദിവസമായ പ്രോക്ക് ഈ ഓഫറുകളിൽ പറയുന്നുണ്ട്. പ്രോ പതിപ്പിൽ 10,000 രൂപയുടെ അധിക ബാങ്ക് കാർഡ് ഓഫറും ക്ലെയിം ചെയ്യാനാകും. ഈ വിലയിൽ IDFC ബാങ്ക് തന്നെ, ക്രെഡിറ്റ് കാർഡ് തന്നെ, ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് തന്നെ, EMI എന്ന അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുന്നുണ്ട്. മറ്റ് ബാങ്ക് കാർഡുകൾ കമ്പനി ഓഫറുകൾ നൽകുന്നുണ്ട്. ഉപഭോക്താക്കൾക്കിടയിൽ ഐഫോൺ 15 Proയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. 8MP പ്ലസ് 12MP പിൻ ക്യാമറ, 12MP മുൻ ക്യാമറ എന്നിവയും 15 Proയിൽ വരുന്നുണ്ട്. 128GB ബ്ലാക്ക്, പിങ്ക്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ വേരിയന്റുകൾക്കും ഈ ഓഫറുകളുണ്ട്. ഐഫോൺ 15 Proയും 16 Proയും തമ്മിൽ 20,000 രൂപയുടെ വ്യത്യാസമുണ്ടായിരുന്നു. മെച്ചപ്പെട്ട അൾട്രാ വൈഡ് ക്യാമറ, കൂടുതൽ ശക്തമായ ചിപ്പ്, സ്പെഷ്യൽ ഓഡിയോ ക്യാപ്ചർ പോലുള്ള മെച്ചപ്പെട്ട ഓഡിയോ ഫീച്ചറുകൾ എന്നിങ്ങനെയാണ് ചില അപ്ഗ്രേഡുകൾ ഐഫോൺ 16 Proയിൽ വരുന്നത്. എന്നാൽ ഐഫോൺ 16 Proയും മറ്റ് ഐഫോണും തമ്മിലുള്ള വാട്സാപ്പുമായിട്ടുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ പ്രധാനമായി ഇതിൽ പറയുമ്പോൾ ഈ ഓഫറുകളൊക്കെ തന്നെയും ഇപ്പോഴും വലിയ ഇടിവിൽ സംഭവിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് ഐഫോൺ വാങ്ങാമെന്ന് പ്രഖ്യാപിക്കുന്നവരുമുണ്ട്. കാരണം മെസ്സേജിങ്ങിന് വളരെയധികം എളുപ്പമുള്ളതും എല്ലാവരും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള എല്ലാവരുടെയും നിർബന്ധമായ ഒരു ആപ്പ് തന്നെയാണ് വാട്സാപ്പ് എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ഐഫോൺ പ്രേമികൾക്കും സ്മാർട്ട് ഫോൺ ആരാധകരും ഇപ്പോൾ ഐഫോൺ 17 Proയുടെ പുത്തൻ ലുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ലീക്ക് റിപ്പോർട്ടുകൾക്ക് പിന്നാലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതുവരെ കണ്ട ഐഫോണുകളിൽ നിന്ന് തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ലുക്കിലാണ് അടുത്തത് ഇറങ്ങാൻ പോകുന്ന ഐഫോൺ 17 സീരീസിലെ പ്രോ മോഡൽ എത്തുന്നത് ആപ്പിൾ ഡിസ്കവറീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ആപ്പിൾ ഡിവൈസുകളെ പറ്റി ആധികാരികമായി റിപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആപ്പിൾ ട്രാക്കിങ്ങിന്റെ പുതിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഐഫോൺ 17 Proയുടെ ഏത് അവകാശപ്പെടുന്ന ഒരു വീഡിയോയും ആപ്പിൾ ട്രാക്ക് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ വമ്പൻ രൂപമാറ്റം എത്തുന്ന ഐഫോൺ 17 Proയാണ് കാണാനാവുക എന്ന് പറയുന്നുണ്ട്.